ടാസ്കും കുറച്ച് ജാൻമണി ഷോയും. അതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ 30ാമത്തെ ദിവസം. എപ്പിസോഡിന്റെ മുക്കാൽ ഭാഗവും ടാസ്ക് മാത്രമായിരുന്നു. ഹോട്ട് സീറ്റ് പേര് പോലെ തന്നെ ചിലരൊക്കെ ചൂടേറ്റ് തളർന്നു പോയ അവസ്ഥയായിരുന്നു ഈ ടാസ്കിന് പിന്നാലെ സംഭവിച്ചത്. ഇനി ടാസ്കിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ ചോദ്യം ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തകർ, അതായത് മാധ്യമപ്രവർത്തകരും അതുപോലെ ടീമും തമ്മിലുള്ള ചോദ്യോത്തര രീതിയിലാണ് ഗെയിം കടന്നു പോകുന്നത്. നിലവിലെ പവർ ടീം മാധ്യമപ്രവർത്തകരായും ബാക്കിയുള്ള ഓരോ ടീമുകളും അതിൽ പങ്കെടുക്കുന്നവരും. ബസർ അടിക്കുമ്പോൾ പവർ ടീം തന്നിരിക്കുന്ന 3 ചോദ്യങ്ങൾ ചോദിക്കണം. ക്യാപ്റ്റൻ മോഡറേറ്ററായി ടീമുകളോട് അവസാനം ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം മറുപടി പറയണം. കൃത്യമായി മറുപടി പറഞ്ഞ ടീമിനെ പവർ ടീം വിജയിയായി പ്രഖ്യാപിക്കും. ഇതാണ് ടാസ്ക്. ആദ്യം വന്നത് ടണൽ ടീം, അതായത് ശരണ്യ, അഭിഷേക് ശ്രീകുമാർ, ഋഷി, പൂജ കൃഷ്ണ, ജാൻമണിദാസ്. സ്വന്തം ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളെ തെരഞ്ഞെടുക്കുക, അതായിരുന്നു ആദ്യത്തെ ചോദ്യം. കറക്റ്റ് മറുപടിയായിരുന്നു ടണൽ ടീമിന്റെ ഭാഗത്തു നിന്നും വന്നത്. മറ്റാരുമല്ല, ജാൻമണി. ഇമോഷണലി വീക്ക്, ലാംഗ്വേജ് പ്രോബ്ലം ഇവയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പൂജയും അതുപോലെ അഭിഷേക് ശ്രീകുമാറും ജാൻമണിയെ തെരഞ്ഞെടുത്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ആൻസർ കറക്റ്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഒട്ടും കോർപ്പറേറ്റീവ് അല്ലാത്ത, പറഞ്ഞാൽ കേൾക്കാത്തൊരു വ്യക്തിയാണ് ജാൻമണി. അങ്ങനെയുള്ള ഒരാൾ ടീമിൽ ഉണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. സത്യത്തിൽ അഭിഷേക് ശ്രീകുമാറിനെ വീണു കിട്ടിയ അവസരം പോലെയാണ് എനിക്ക് തോന്നിയത്. ഓൾറെഡി ജാൻമണി അഭിഷേക് വാക്കുതർക്കം ഒരു ഭാഗത്ത് നടന്നതുകൊണ്ട് തന്നെ ആയുധമായി ലാംഗ്വേജ് എടുത്ത് നൈസായി ജാൻമണിയെ തൂക്കിവിട്ടു. അടുത്ത ചോദ്യം നിലവിലെ പവർ ടീം എങ്ങനെയുണ്ടെന്നായിരുന്നു. റെസ്പോൺസിബിലിറ്റി ഉള്ളതും ആക്റ്റീവായതുമായ ടീം എന്നാണ് ടണൽ ടീം പവർ ടീമിനെ വിലയിരുത്തിയത്. മറ്റുള്ള പവർ ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ നിലവിലെ പവർ ടീം ഉത്തരവാദിത്തമുള്ളവരാണെന്ന അഭിപ്രായം മൊത്തത്തിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൈലൈറ്റ്. ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി. ചോദിച്ചത് ഗബ്രി ആണെങ്കിൽ ആൻസറും ഗബ്രി തന്നെയായിരുന്നു. ചോദിച്ച് പണി വാങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ കൃത്യമായി പൂജ കൃഷ്ണ ഗബ്രിയുടെ തെറ്റുകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടി എടുത്തു പറയാൻ ശ്രമിച്ചിരുന്നു. അത് മാത്രമല്ല, ഗബ്രിയുടെ വായടപ്പിക്കാൻ പൂജയ്ക്ക് കഴിയുകയും ചെയ്തു. മുൻപ് നടന്ന ടാസ്കിൽ, അതായത് വീട് നിർമ്മിക്കൽ ടാസ്കിനിടയിൽ ഗബ്രി റോക്കിയെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്നതിനായി ഉപയോഗിച്ച ചില വാക്കുകൾ, അതായത് ആണാണെങ്കിൽ എറിയട, ആണുങ്ങളോട് കളിക്കട, അത്തരം വാക്കുകളൊക്കെ എടുത്തു പറഞ്ഞായിരുന്നു പൂജ ഗബ്രിയെ മോശം വ്യക്തിയായി ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും ദിവസം കൃത്യമായി ഗെയിം കണ്ട് മനസ്സിലാക്കിയാണ് പൂജ വീടിനുള്ളിൽ എത്തിയിരിക്കുന്നതെന്ന് ആ വാക്കുകളിലൂടെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെയും ഗബ്രി ആസ് യൂഷ്വൽ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും പൂജ കറക്റ്റ് മറുപടി കൊടുത്തിരുന്നു. അടുത്തതായി വന്ന ടീമായിരുന്നു ഡെൻ. നോറ, ജിൻഡോ, അഭിഷേക്, ജയദീപ്, സായ് കൃഷ്ണ, നന്ദന. ഇവരും നിലവിലെ പവർ ടീമിനെ വിമർശന വിധേയമാക്കുവാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ടണൽ ടീം ഒത്തൊരുമയോടെയാണ് ഒരാളെ സ്വന്തം ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയായി പറഞ്ഞതെങ്കിൽ ഡെന്നിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അവസ്ഥയായിരുന്നു. പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയായി ജിൻഡോ അർജുനെയും നോറ ഗബ്രിയെയുമാണ് പറഞ്ഞത്. ജിൻഡോയുടെ പേഴ്സണൽ ഗ്രഡ്ജ് കൃത്യമായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രാവിലെ ജാൻമണി അർജുൻ വഴക്ക് നടന്നതുമായി ബന്ധപ്പെട്ട്, അതായത് കളിച്ചിട്ട് പവർ ടീമിൽ കയറണമെന്ന സ്റ്റേറ്റ്മെന്റ് അർജുൻ ജാൻമണിക്കെതിരെ നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ജിൻഡോ അർജുൻ ഗെയിം കളിക്കാതെ ലക്കിന് കയറിക്കൂടിയതാണ് പവർ ടീമിൽ എന്നും പറഞ്ഞ് ഒരു ചെറിയ സീൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിന്റെ ദേഷ്യമാണ് അദ്ദേഹം ടാസ്കിനിടെ തീർത്തത്. ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ വെച്ചാണ് ഗബ്രിയെ നോറ മോശം വ്യക്തിയായി തെരഞ്ഞെടുത്തത്. നോറ ഗബ്രിയെ കുറിച്ച് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പറഞ്ഞതുപോലെയാണ് തോന്നുകയെങ്കിലും ധൈര്യത്തോടെ അക്കാര്യം സംസാരിച്ചതിൽ നോറയ്ക്ക് 100 മാർക്ക് കൊടുക്കണം. ഇനി ടാസ്കിനിടയിലെ മെയിൻ ഹൈലൈറ്റ്, നന്ദന വേഴ്സസ് ജാസ്മിൻ ഫൈറ്റ്. മോഡറേറ്റർ ആയെത്തിയ ജാസ്മിൻ നന്ദന ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വിവരവുമില്ലാതെ അവിടെ ഇവിടെയും ചാടി നടന്ന് പറഞ്ഞതായിട്ട് തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന ചോദ്യമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് സായിയോടാണ് ജാസ്മിൻ ചോദിച്ചത്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് തനിക്ക് ഫീൽ ചെയ്യുന്നതെന്നായിരുന്നു സായിയുടെ മറുപടി. ഓൾറെഡി ഷോയ്ക്കകത്ത് താൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് നന്ദന ലാലേട്ടനോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒരു ചാൻസ് കിട്ടിയപ്പോൾ കൃത്യമായി പറയാനുള്ളതൊക്കെ പറഞ്ഞ് ജാസ്മിനെ നന്ദന തേച്ചൊട്ടിച്ചു. ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പോകാൻ നേരം നന്ദന കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ ഒരു കയ്യകലത്തിൽ നിൽക്കാൻ ജാസ്മിൻ പറഞ്ഞു. തനിക്ക് കിട്ടിയ ചാൻസ് എന്ന് വെച്ച് നന്ദന അതിൽ കയറി പിടിക്കുകയും പിന്നീട് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഗബ്രിക്ക് മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റൂ, അതുപോലെ ഉമ്മ വയ്ക്കാൻ പറ്റൂ തുടങ്ങിയുള്ള ഡയലോഗുകൾ കേട്ടാൽ അറിയാം നന്ദന ഇതൊക്കെ പറയാനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന്. സംഭവം ജാസ്മിൻ കട്ടയ്ക്ക് നിന്നുവെങ്കിലും നന്ദനയുടെ ചില ഡയലോഗുകൾ ജാസ്മിനെ കൊണ്ടിട്ടുണ്ട്. അക്കാര്യം ഉറപ്പാണ്.
അതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും റിയാക്ട് ചെയ്തത്. ഒരുപക്ഷെ ഇങ്ങനെ പോയാൽ നോറയ്ക്ക് പകരം നന്ദന ജാസ്മിന്റെ ബദ്ധശത്രുവായി തീരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സത്യത്തിൽ ഈ ഒരു ഹോട്ട് സീറ്റ് ടാസ്ക് പവർ ടീമിനെ സ്വയം വിലയിരുത്താനുള്ള ചാൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. നിലവിൽ എല്ലാവർക്കും പവർ ടീമിനെ കുറിച്ച് മികച്ചത് എന്ന അഭിപ്രായമുണ്ടെങ്കിലും അതേ നാണയത്തിൽ മോശമെന്നും പറയാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനുള്ള മെയിൻ റീസൺ ഗബ്രിയാണ്. കാരണം ഗബ്രി തനിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരോട് വേണ്ടത്ര പരിഗണന നൽകിയാണ് എപ്പോഴും പെരുമാറാറുള്ളത്. ആ ഒരു റീസൺ വരും ദിവസങ്ങളിൽ പവർ ടീമിനെ നെഗറ്റീവായി ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എപ്പിസോഡ് ടാസ്ക് ഒഴികെ പറയത്തക്ക സംഭവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ജാൻമണി ഷോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ പവർ ടീം മീറ്റിംഗ് വിളിക്കുമ്പോൾ വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞത് ഒരു ആവശ്യമില്ലാതെ ഇവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. സ്വയം വലിയ സംഭവമാണെന്ന് കരുതിയിരിക്കുന്നതാണ് ജാൻമണിയുടെ പ്രധാന പ്രശ്നം. ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യാൻ ഓരോ മത്സരാർത്ഥികളും ബാധ്യസ്ഥരാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ജാൻമണിയെ എന്നേ പുറത്താക്കേണ്ട ടൈം കഴിഞ്ഞു. പ്രേക്ഷകർക്ക് വരെ ഈ അഭിപ്രായമുണ്ട്. മറ്റൊന്ന് അൻസിബയാണ്. കട്ടിൽ റാണി എന്നൊക്കെ പേര് കിട്ടിയതുകൊണ്ടായിരിക്കണം റൂമിൽ നിന്നും ആള് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഫുൾ കലിപ്പ് മൂടായിരുന്നു ഇന്നലെ അൻസിബ. അപ്സര ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞതിന് പിന്നാലെ താൻ ഡ്യൂട്ടി ചെയ്യില്ലെന്ന തീരുമാനം സീൻ ക്രിയേറ്റ് ചെയ്യലായിരുന്നു. ഒന്നല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് അല്ലെങ്കിൽ റൂമിൽ നിന്നും പുറത്തിറങ്ങിയെന്ന് കാണിക്കുന്നതിനായി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എപ്പിസോഡിനെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഹോട്ട് സീറ്റ് ടാസ്കിൽ എല്ലാ ടീമിന്റെയും ഭാഗങ്ങൾ കാണിക്കാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം അത്രയും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ടാസ്കുകൾ വരുമ്പോൾ എല്ലാ ടീമിന്റെയും കാണിച്ചാൽ മാത്രമാണ് ഷോ എൻഗേജിംഗ് ആവുകയുള്ളൂ. സിബിൻ ജാസ്മിനെയും ഗബ്രിയെയും ടാസ്കിനിടയിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തൊക്കെ എപ്പിസോഡ് വരുന്നതിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു. അത് എപ്പിസോഡിൽ ഉൾപ്പെടുത്താതിരുന്നത് വളരെ മോശമായി എന്ന് തന്നെ പറയണം. മറ്റൊന്ന്, പുതിയ വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വന്നതുകൊണ്ടായിരിക്കണം മൊത്തത്തിൽ ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾക്ക് ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വാശിയേറിയ പോരാട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.